हाँ साइड तो നോർമൽ അല്ല അതുപോലെ ഞാൻ സത്യങ്ങളെല്ലാം പുറത്തു വന്നു. ഇപ്പോൾ 3 days 4 days ഫസ്റ്റ് ചെയ്തിട്ട് അടുത്തുള്ള വായിക്കുമ്പോൾ തന്നെ 18 വയസ്സാണ്. സെക്കൻഡ് ഇയർ അറിയപ്പെടുന്ന ആൾക്കാരാണ് ചെയ്തത്. ഒരു വർഷം നിർമ്മിച്ച് പഠിച്ചത്. ക്ലാസ്മേറ്റ്സ് റൂമേഴ്സ് 4 പേര് ക്ലാസ്മേറ്റ് റൂമേഴ്സ്, ബാക്കി സീനിയേഴ്സ് എല്ലാവരും ഒരു സീനിയേഴ്സ് എല്ലാവരും വലിയ ജോയിൻറ്റ് സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറി പ്രസിഡന്റ്. നേരെ പക്ഷേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയർ അതൊരു പാർട്ടിയില്ല. സെക്കൻഡ് ഇയർ ഉറപ്പിൽ ചേരാൻ ടീച്ചേഴ്സ് പറഞ്ഞ ഉറപ്പിലോട്ട് പറഞ്ഞു. അപ്പോൾ സീനിയേഴ്സ് പറഞ്ഞ ഉറപ്പിൽ പോകണമെങ്കിൽ പാർട്ടി ചേരണം. എസ് എഫ് ഐയിൽ ചേർന്നാൽ ഉറപ്പാകും, ഇല്ലെങ്കിൽ സംഭവിച്ചു. ഒന്നും പറഞ്ഞില്ല, ഞാൻ ഉറപ്പാവാം, എനിക്ക് പാർട്ടി ശ്രമിച്ചതാണ്. പിന്നെ ഇപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അവൻ്റെ റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സുമായിട്ടുള്ള കുട്ടികൾ സാധാരണമായിരിക്കും ഉറപ്പാണ് ആ പാർട്ടിയിൽ ചേർന്നു. അതിനുശേഷമാണ് ഈ വരാണി ചേർന്നിട്ടാണ്. ഈ പോലീസിൻ്റെ അന്വേഷണ സഹായങ്ങൾ ഒരുപാട് സന്തുഷ്ടമാണോ? അതല്ലേ എനിക്ക് സന്തുഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. സന്തുഷ്ടമാണോ എന്ന് തോന്നുന്നില്ല. കാരണം എന്നൊക്കെ വകുപ്പുകൾ ഇതുവരെയ്ക്കും എല്ലാവരെയും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സന്തുഷ്ടമാവുന്നു. എല്ലാവരെയും പിടിച്ചിട്ടില്ല. ചേർത്തുള്ള വകുപ്പുകൾ അറിയാവുന്നില്ല. എനിക്ക് IPS കൂടുതലായിട്ട് അറിയില്ല. ചോദിച്ചിട്ടുള്ള ഇത് മറ്റ് വകുപ്പുകളൊന്നുമില്ല. ലൂപ്പുകൾ ഒരുപാടുണ്ട്. വ്യക്തമായിട്ട് ലൂപ്പുകൾ ഇല്ലാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചേർക്കും. എൻ്റെ ആവശ്യമാണ്. എല്ലാവരും പിടിച്ചിട്ട് മാത്രമേ കാര്യമില്ല. ഏത് ചാർജാണ് കൊടുക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് റാഗിംഗ് പിടിച്ചിട്ട് കാര്യമില്ല. പിടിച്ചിട്ട് വെറുതെ അളവെടുത്തൊരു മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാര്യമില്ല. പോഷണം എന്നത് പ്രശ്നമാണ്. നല്ല രീതിയിൽ അതിനുവേണ്ടി സഹായിക്കണം, എല്ലാവരും സഹായിക്കണം. മാക്സിമം ആക്ട് ചെയ്തിടാൻ പറ്റും. ലീഗൽ സഹായം വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ലീഗൽ സഹായം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അന്വേഷണം നിർമ്മാണം കേന്ദ്ര അന്വേഷണം സംസ്ഥാന പോലീസിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പം സന്തുഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന മുമ്പ് താങ്കൾ അഭിപ്രായമാണ്. പക്ഷെ താങ്കൾ സന്തുഷ്ടമല്ലെങ്കിൽ ഞാനും സന്തുഷ്ടമല്ല പറയാൻ ആഗ്രഹിക്കാതെ. ഞാൻ ഇതിനു മുമ്പേ ഇത്ര ദിവസമായി എല്ലാ പ്രതികളെയും പിടിച്ച് കൊണ്ടുവന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഞാൻ സന്തുഷ്ടമാണ്. സന്തുഷ്ടമാണ്. അത് പോരാത്ത ഇനിയിപ്പോൾ അറിഞ്ഞ രീതിയിൽ അവർക്ക് ഇട്ടേക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടു പോകാൻ പറ്റുന്ന ഒരു ചാർജായിട്ടേക്കുന്നത്. അപ്പോൾ അവരെല്ലാവരെയും പിടിച്ചിട്ട് കാര്യമില്ല. അവർ വെളിയിൽ ഇറങ്ങി പോകും.